കഴിഞ്ഞ ദിവസം ആകെ വിഷമിച്ച് പ്രവർത്തകരെ നേരിട്ട് കാണാനുള്ള ആ മനക്കെട്ടിയില്ലാതെ തന്റെ വഴുതക്കേട്ട വീടിന്റെ പിൻവാതിൽ വഴി തലസ്ഥാനം വിട്ട രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ ദർശനം നടത്തിയപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനാകട്ടെ പത്മനാഭസ്വാമിയെ കണ്ട് തന്നെ വിജയിപ്പിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുക. പിന്നാലെ രാവിലെ തന്നെ രമേശ് ചെന്നിത്തല തലസ്ഥാനത്തേക്ക് പാഞ്ഞെത്തി. ഗുരുവായൂർ വെച്ച് വ്യക്തമായ സൂചന നൽകി താൻ ഹരിപ്പാട് MLA സ്ഥാനം രാജിവെക്കുമെന്ന്. പക്ഷെ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ചില നിബന്ധനകൾ ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുകയാണ്. തനിക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം അത് നൽകില്ലെന്നറിയാൻ ചെന്നിത്തലയ്ക്ക്. എങ്കിൽ താൻ മാറി നിൽക്കാൻ തന്റെ ഒപ്പമുള്ള 3 MLA-മാർക്ക് മന്ത്രിസ്ഥാനം. ഇതിൽ ഗണേശൻ തോൽപ്പിച്ച പുതുമുഖം ജ്യോതികുമാർ ചാമക്കാലയുമുണ്ട്. ചാമക്കാല മന്ത്രിയാകുന്നത് കേരളത്തിന്റെ ഗതികേടുന്നത് മറ്റൊരു കാര്യം. KPCC അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയും. കാരണം സണ്ണി ജോസഫ് മന്ത്രിയാകും. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ചെന്നിത്തലയ്ക്ക് ഒരു നോട്ടമുണ്ട്. മുഖ്യമന്ത്രി പദവിയും മന്ത്രി പദവിയും ഒക്കെ നിഷേധിച്ചതിന്റെ പ്രായശ്ചിത്തമായി MLA പദവിയും KPCC അധ്യക്ഷ പദവിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ചെന്നിത്തലയ്ക്കാകുമെങ്കിൽ അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വി ഡി സതീശനെ കാത്തിരിക്കുന്നത് മന്ത്രിസഭ രൂപീകരണം എന്ന അഗ്നി പരീക്ഷ തന്നെയാണ്. മന്ത്രിസഭയിലേക്ക് ഇല്ലെങ്കിൽ എന്ത് പദവിയാകും ചെന്നിത്തലയ്ക്ക് നൽകുക എന്നതും പ്രധാനം. സംഘടനാപരമായ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെന്നിത്തലയെ വച്ചു നീട്ടി ഹൈക്കമാൻഡ് പീഡിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അടുത്ത അഗ്നിപരീക്ഷ ഇതാണ്. MLA-മാർക്ക് വലിയ ഭൂരിപക്ഷമുള്ള 47 പേരുടെ പിന്തുണയുള്ള KC വേണുഗോപാലിന്റെ താല്പര്യം മന്ത്രിമത്തെടുക്കുന്നതിൽ കണക്കിലെടുക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി നൽകിയ ഈ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് KC അവസാന നിമിഷം മുഖ്യമന്ത്രി മത്സരത്തിൽ നിന്ന് പിന്മാങ്ങിയത്. അപ്പോൾ VD മുഖ്യമന്ത്രിയെ കേരളം വാഴുമ്പോൾ KC വേണുഗോപാൽ തന്റെ മന്ത്രിമാരെ കൊണ്ട് കേരളം ഭരിക്കും. 8 മന്ത്രിമാർ മുന്തിയ വകുപ്പുകൾ. അങ്ങനെയാണ് 47 MLA-മാരുടെ പിന്തുണയുള്ള KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. എന്താണ് ആ ഫോർമുല? 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന ആ ഫോർമുല. കടിഞ്ഞാൻ KC-ക്ക് കൈമാറാൻ സതീശൻ സമ്മതിക്കുമോ? അതാണ് ചോദ്യം. മന്ത്രിസഭയുടെ കടിഞ്ഞാൻ KC-യിലേക്ക് എത്തുന്നതിനോട് സതീശന് ഒട്ടും ഒരു സമയത്തും ഒരു കാര്യത്തിൽ യോജിക്കാനായില്ല. മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള മന്ത്രിസഭ ഇല്ലെങ്കിൽ അത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുമെന്ന് KC-ക്ക് വ്യക്തമായി അറിയാം. VD സതീശനും വ്യക്തമായി അറിയാം ആ അപകടം. ആഭ്യന്തരം പോലെ തന്ത്രപ്രധാനമായ മർമ്മപ്രധാനമായ വകുപ്പ് അത് സാധാരണ മുഖ്യമന്ത്രി കൈവശം വയ്ക്കുന്ന പതിവ്. ആഭ്യന്തരം VD സതീശൻ കൈവിടാൻ ഒരു സാധ്യതയുമില്ല. ഹൈക്കമാൻഡിന്റെ കൂടി ഇടപെടലാകും അങ്ങനെ മന്ത്രിമാരെ പോലും അന്തിമമായി നിശ്ചയിക്കുക. നേരത്തെ ഉമ്മൻചാണ്ടി സമവായത്തിന്റെ ഭാഗമായി ആഭ്യന്തരം കൈയൊഴിഞ്ഞ് തിരുവഞ്ചൂരിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അതൊരു കീഴ്വഴക്കമാക്കാൻ സതീശന് താല്പര്യമുണ്ടാകില്ല. നേരത്തെ ഉമ്മൻചാണ്ടി ഒരു സമവായത്തിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി പദവി കൈയൊഴിഞ്ഞ് ചെന്നിത്തല ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ഇത്തവണ അതിന് കീഴ്വഴക്കമാക്കാൻ സതീശന് ഒട്ടും താല്പര്യമില്ല. എന്തായാലും പുതിയ അധ്യക്ഷനെ തന്നെ പാർട്ടി കണ്ടെത്തേണ്ടി വരും. സണ്ണി ജോസഫ് മന്ത്രിയായിരുന്നു കൂടെ. അപ്പോൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പ്രസിഡന്റാകും ഇനി വരേണ്ടത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി മന്ത്രിസഭ രൂപീകരണത്തിൽ കണക്കിലെടുക്കേണ്ടി വരും. ഒപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും ചെന്നിത്തലയുടെ വാക്ക് കേൾക്കേണ്ടി വരും. അത് ഉൾക്കൊള്ളാൻ സതീശന് പ്രയാസം കാണില്ല എന്നാണ് നിഗമനം. കാരണം പാർട്ടിയും സർക്കാരും സമാന്തരമായി മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം അത് സതീശനും വ്യക്തമായി അറിയാം. ചുണ്ടിനും കപ്പിനുമിടയിൽ തെറിച്ചു പോകാനിരുന്ന ആ CM പദവി അവസാന നിമിഷം സതീശൻ തിരികെ പിടിച്ചെങ്കിൽ അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വരും. കാരണം VD ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നാണ്, അല്ലാതെ കേരളം ഭരിക്കണമെന്നല്ല. അപ്പോൾ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആരാകട്ടെ തങ്ങളുടെ മന്ത്രിമാരെ കൊണ്ട് ഭരിച്ചോട്ടെ. പക്ഷേ ഇവിടെ ഒരു പഴയൊരു കഥ ഓർമ്മിക്കേണ്ടതുണ്ട്. പണ്ട് K കരുണാകരൻ AK ആന്റണി അടക്കം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്റെ ഗ്രൂപ്പിലെ മന്ത്രിമാരെ കൊണ്ട് കളിച്ച കളികൾ, ആ കഥകൾ അതൊക്കെ ഇനിയും ആവർത്തിക്കും എന്നാണ് VD സതീശന്റെ പേടി. അതൊക്കെ അതിന്റെ ഇരട്ടി ശക്തിയോടെ ആവർത്തിക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട. K കരുണാകരൻ മാറി അവിടേക്ക് VD സതീശന് പകരം KC വേണുഗോപാൽ വരുന്നു. അത് മാത്രം ഗ്രൂപ്പിസത്തിന്റെ ശക്തമായ അലയൊലികളാകും ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് മന്ത്രിസഭയിൽ, UDF മന്ത്രിസഭയിലൊക്കെ ഇനി ജനത്തിന് കാണാനാകുക. ഇപ്പോൾ പണ്ടത്തെ പോലെ ഉപദേശം നൽകാനായിട്ട് VD സതീശന്റെ പക്കൽ വലിയ നേതാക്കളൊന്നുമില്ല. പക്ഷേ VD സതീശനെ ഇപ്പോൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാനുള്ള അവസാന വാക്ക് അത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരനും മുല്ലപ്പള്ളി ഒക്കെ നടത്തിയ ആ
അവസാന നിമിഷത്തെ അവരുടെ ഉപദേശങ്ങളാണ്, ഹൈക്കമാൻഡ് നൽകിയ ഉപദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളിയും VM സുധീരനെയും ആന്റണിയും ഒക്കെ പിണക്കാൻ എന്തായാലും തൽക്കാലം VD സതീശന് താല്പര്യമില്ല. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ സർക്കാർ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കലഹിക്കുമ്പോൾ, കടുക്കുമ്പോൾ അതിൽ VD സതീശന് ഏറെ വില തന്നെ നൽകേണ്ടി വരും.